അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023 നടന്ന പൊതുപരീക്ഷയിലെ 5ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ചേർത്തെഴുതാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങളെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക. ബ്രാക്കറ്റിലുള്ള നോക്കാം: മുഅ്ജിസത്ത്, സ്വഹാബത്ത്, അള്ളാഹു, ഷിർക്ക്, ഔലിയാ, കറാമത്ത്. ഇവയിൽ താഴെ കൊടുത്ത ചോദ്യങ്ങളെ ഉത്തരത്തോടു കൂടി നമുക്ക് നോക്കാം. ചോദ്യം 1: നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു അല്ലാഹു. ചോദ്യം 2: ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ്. ഉത്തരം ഔലിയാ. ചോദ്യം 3: അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ഒരാൾ ഉണ്ടെന്ന് വിശ്വാസം. ഉത്തരം ഷിർക്ക്. ചോദ്യം 4: അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം. ഉത്തരം മുഅ്ജിസത്ത്. ചോദ്യം 5: നക്ഷത്ര തുല്യരാണ്. ഉത്തരം സ്വഹാബത്ത്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം എന്നതാണ്. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണോ ശരി ആ ശരിയായ പദത്തിന് ശരിയെന്ന് അടയാളപ്പെടുത്തണം. നമുക്ക് നോക്കാം. ചോദ്യം 1: അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ഔലിയാ. ചോദ്യം 2: നൈൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി. ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം 3: അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബികൾ. ചോദ്യം 4: പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുബ്തദിഉകൾ. ചോദ്യം 5: അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അദ്ദുആ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടി നൽകിയ ഭാഗത്ത് കൂടെ ബ്രാക്കറ്റും കൂടി നൽകിയിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ നിന്നാണ് എടുത്ത് പൂരിപ്പിക്കേണ്ടത്. നമുക്കതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം. ചോദ്യം 1: അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇവിടെ ബ്രാക്കറ്റിലുള്ള എല്ലാ പദങ്ങളെയും ആവശ്യമായ സ്ഥലത്ത് പൂരിപ്പിച്ചുകൊണ്ടാണ് ഈ വാചകം പൂർത്തിയാക്കിയത്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ചോദ്യം 2: ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഇവിടെയും ബ്രാക്കറ്റിലുള്ള 3 പദങ്ങളെ ആവശ്യമായ സ്ഥലത്ത് പൂരിപ്പിച്ചാണ് വാചകം പൂർത്തിയാക്കിയത്. ചോദ്യം 3: ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. ഇവിടെയും ബ്രാക്കറ്റിലുള്ള 3 പദങ്ങളെ ആവശ്യമായ സ്ഥലത്ത് നൽകിക്കൊണ്ടാണ് വാചകം പൂർത്തിയാക്കിയത്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇവിടെ നമുക്ക് വലതുഭാഗത്ത് നൽകിയ പേരുകൾക്ക് ഇടതുഭാഗത്ത് നൽകിയ പ്രത്യേകതകൾ കൂടി തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1: മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനോട് യോജിച്ച ഭാഗമാണ് അൽ ഇസ്റാഉ വൽ മിഅറാജു. ചോദ്യം 2: ഇബ്രാഹീം അലൈഹിസ്സലാം. ഇതിനോട് യോജിച്ചതാണ് തീ കുണ്ടാരത്തിൽ.
ചോദ്യം 3 ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് യോജിച്ചതാണ് നൈൽ നദിക്ക് കത്ത് നൽകി. ചോദ്യം 4 ഈസ അലൈഹിസ്സലാം അതിനോട് യോജിച്ചതാണ് മരിച്ചവരെ ജീവിപ്പിച്ചു. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നതാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. ചോദ്യം 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് ഉത്തരം സുന്നത്ത്. ചോദ്യം 2 ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഉത്തരം ഇബ്ലീസ്. ചോദ്യം 3 സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഉത്തരം ഗൈബ്. ചോദ്യം 4 ഖുർആൻ അവതരണാരംഭമായി ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത്. ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം അൽ അലഖ്. ചോദ്യം 5 സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത്. ഉത്തരം റിദ്ദത്ത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1 ബിദ്അത്ത് ലലാല. ബിദ്അത്ത് ലലാലത്ത് എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. ചോദ്യം 2 അൽ കറാമത്തു. കറാമത്ത് എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം. ചോദ്യം 3 അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ. അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ. ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതുക. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം അവരുടെ പേരെടുത്തെഴുതുക. നമുക്ക് നോക്കാം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ. ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു. ഇവയിൽ നിന്ന് നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ എടുത്തെഴുതണം. അതിൻ്റെ ഉത്തരമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു. ഇതാണ് അതിൻ്റെ ഉത്തരം. ബ്രാക്കറ്റിൽ ഒരുപാട് പേരുകളുണ്ട്. അതിൽ നിന്ന് സന്തോഷ വാർത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ പേരുകൾ മാത്രമാണ് എടുത്തെഴുതേണ്ടത്. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1 ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു ആര്? ഉത്തരം അബൂ ഹഫ്സിനിൽ അദ്ദാദ്. അബൂ ഹഫ്സിനിൽ അദ്ദാദ് എന്നവർ. ചോദ്യം 2 മുർത്തദ്ദായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം? ഉത്തരം അവൻ്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ചോദ്യം തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു ദാത്തിലും സിഫാത്തിലും ഏകനാണെന്ന് വിശ്വസിക്കലാണ്. ചോദ്യം 4 വിശ്വാസപരമായ കാര്യങ്ങൾ
തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം? ഉത്തരം: ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻ, ഇമാം അബു മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻ. ഇവരാണ് ആ രണ്ട് പേർ. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയെ നല്ലതുപോലെ നേരിടുകയും പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.